ഹായ് സ്റ്റുഡൻസ്, ഞാനിവിടെ ഒരു ഗ്രീൻ ടാപ്പും ഒരു മെറ്റൽ ഹെയർ ബോയും കുറച്ച് ജാസ്മിൻ ബഡ്സ് കുറച്ച് കൂടുതൽ ജാസ്മിൻ ബഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ബഞ്ച് പോളനും എടുത്തിട്ടുണ്ട്. ബിഗ് സൈസിലുള്ള പോളനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും മെറ്റീരിയൽസാണ് ഇന്നത്തെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി ഹെയർ ബാൻഡിൻ്റെ ഒരറ്റത്ത് നിന്നും ഒരു 3 ഇഞ്ച് സ്പേസ് വിട്ടു കൊടുക്കുക. ശേഷം ഗമ്മ് തേച്ച് കൊടുക്കുക. 7000 ഗമ്മാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്, അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ താല്പര്യം പോലെയാണ്. ഇനി ഗമ്മ് തേച്ച് കൊടുത്തതിന് ശേഷം ജാസ്മിൻ ബഡ്സ് ഒരെണ്ണം എടുത്ത് ഒന്ന് ചെരിച്ചിട്ട് അതിലൊട്ടിച്ച് കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട്, അതായത് ജാസ്മിൻ ബഡ്സിൻ്റെ ആ തണ്ടില്ലേ, ആ തണ്ടിന് മുകളിലായിട്ട് വീണ്ടും ഗമ്മ് തേച്ച് കൊടുക്കുക. വീണ്ടും ഒരു ജാസ്മിൻ ബഡ്സ് കൂടി എടുത്തിട്ട് അതിന് ക്രോസായിട്ട് തന്നെ അതിന് മുകളിലായ തണ്ട് വരുന്ന രൂപത്തിൽ ചെരിച്ചിട്ട് മറ്റേ ഭാഗത്ത് നിന്ന് ചെരിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഗ്രീൻ ടാപ്പ് എടുത്ത് ഗമ്മ് തേച്ചതിന് ശേഷം അവിടെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് 2-3 പ്രാവശ്യം 2-3 ചുറ്റി കൊടുക്കുക. ഒന്ന് വലിച്ച് ചുറ്റി കൊടുക്കുക, നല്ല ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ജാസ്മിൻ ബഡ്സിന് നമ്മൾ ഗ്രീൻ ടാപ്പ് ചുറ്റിയതിന് മുകളിലായിട്ട് ഗമ്മ് തേച്ച് പിടിപ്പിക്കുക. പോളന് നമ്മൾ ബിഗ് സൈസിലുള്ള പോളനാണ് ഇവിടെ എടുക്കുന്നത്. പോളനിൽ നിന്നും ഒരു പോളൻ എടുക്കുക. അതിൻ്റെ തണ്ട് കുറച്ച് നീളം കൂടുതലായിരിക്കും, അത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഗമ്മ് തേച്ചെടുത്ത് ജാസ്മിൻ ബഡ്സിനോട് ചേർന്ന് തന്നെ നമ്മളവിടെ ഗമ്മ് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ ഒട്ടിച്ച് വയ്ക്കുക. വീണ്ടും ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് 2-3 ചുറ്റി കൊടുക്കുക. ചുറ്റിയതിന് ശേഷം ഒന്ന് വലിച്ച് മുറുക്കി കൊടുക്കുക. കുറച്ച് ടൈറ്റിൽ തന്നെ നിൽക്കട്ടെ, അത് ഒന്ന് ഇളകി പോരൊന്നുമില്ല. വീണ്ടും അതിൽ ഗമ്മ് തേച്ച് കൊടുക്കുക. ഗമ്മ് തേച്ചതിന് ശേഷം വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ജാസ്മിൻ ബഡ്സ് ഒരെണ്ണം ചെരിച്ചിട്ട് വെച്ച് കൊടുക്കുക. വീണ്ടും ആ തണ്ടിന് മുകളിലായിട്ട് ഗമ്മ് തേച്ചിട്ട് വീണ്ടും ഒരു ജാസ്മിൻ ബഡ്സ് കൂടി അതിന് മുകളിലായിട്ട് ഒട്ടിച്ച് വെക്കുക. വീണ്ടും ഗമ്മ് തേച്ചതിന് ശേഷം ഗ്രീൻ ടാപ്പ് കൊണ്ട് നേരത്തെ ചുറ്റിയതുപോലെ തന്നെ വീണ്ടും 2 ചുറ്റ് കൂടി ചുറ്റി കൊടുക്കുക. ഒന്നുകൂടി ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അവിടെ. വീണ്ടും ഇതുപോലെ തന്നെ ജാസ്മിൻ ബഡ്സും പോളനും നേരത്തെ കാണിച്ചതുപോലെ തന്നെ ചെയ്തെടുക്കണം. പിന്നെ പോളൻസ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് ചെയ്യാമായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റും. വീണ്ടും പോളൻ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുമ്പോൾ ഇതുപോലെ നന്നായി ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക. ഗമ്മ് ഗ്ലൂ ഗണ്ണാണ് കുറച്ചുകൂടി യൂസ് ചെയ്യാൻ നല്ലത്. പോളൻസ് പല വിധത്തിൽ വരുന്നുണ്ട് കേട്ടോ. സ്മോൾ സൈസിലുള്ള കുഞ്ഞു പോളൻസും പിന്നെ ബിഗ് സൈസിലുള്ള ഇതുപോലത്തെ പോളൻസ്, അതിൻ്റെ കൂടെ ലീഫ് വരുന്നത്, അങ്ങനെ പല തരത്തിലുള്ള പോളൻസുകളും വരുന്നുണ്ട് കേട്ടോ.
പല കളേഴ്സിലായിട്ട് വാങ്ങിക്കുമ്പോൾ ഈ ടൈപ്പിലുള്ള പോളൻസ് വാങ്ങിക്കാൻ, ഇതുപോലെയുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ ഇതുപോലത്തെ പോളൻസാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പം വാങ്ങിക്കുമ്പോൾ നിങ്ങളതൊക്കെ നോക്കി ശ്രദ്ധിച്ച് മേടിക്കുക കേട്ടോ. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഹെയർ ബാൻഡിൻ്റെ പോലെ അത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡ് അല്ല ഇത്. ഇത് കുറച്ചുകൂടി മെറ്റീരിയൽസും കൂടുതലാണ്, അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ടൈം ആവശ്യമാണ്, റിസ്ക്കാണ്. എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അത്യാവശ്യം നല്ലൊരു റേറ്റിൽ വിൽക്കാനും പറ്റുന്നൊരു ഹെയർ ബാൻഡാണിത്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം, എങ്കിലാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ. ഇനി മെറ്റൽ ബോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറുള്ള സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് എടുക്കാം. പിന്നെ പ്ലാസ്റ്റിക്കിലുള്ളതുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ തുണി ചുറ്റി കൊടുക്കാം. ലേസില്ലേ, നമ്മൾ 1/4 ഇഞ്ചിൻ്റെ 1/2 ഇഞ്ചിൻ്റെയൊക്കെ സാറ്റിൻ്റെ ലേസ് കിട്ടും, അത് ചുറ്റി കൊടുത്താലും മതി. ഇനി ഗ്രീൻ ടാപ്പ് ഇല്ലെങ്കിൽ ഗ്രീൻ ടാപ്പിന് പകരമായിട്ട് ഗ്രീൻ കളറിലുള്ള സാറ്റിൻ്റെ സ്മോൾ സൈസ് വീതിയുള്ള 1/4 ഇഞ്ചിൻ്റെയോ 1/2 ഇഞ്ചിൻ്റെയോ വീതി വരുന്ന ലേസ് ഉണ്ടെങ്കിൽ അതുകൊണ്ടും ചുറ്റിയെടുക്കാൻ പറ്റും. ഗ്രീൻ ടാപ്പ് വലിച്ച് മുറുക്കുമ്പോൾ അത് പൊട്ടിപ്പോകും, അത് ശ്രദ്ധിക്കണം. പൊട്ടിയാൽ വീണ്ടും ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും, പക്ഷെ അതും പൊട്ടുന്നതിനനുസരിച്ച് അതും വീണ്ടും റെഡിയാക്കുമ്പോൾ ഒരു എക്സ്ട്രാ പണിയാവുമല്ലോ. അതില്ലാണ്ടിരിക്കാനാണ് ഓവർ ടൈറ്റ് ആക്കാണ്ട് ഒരു മിതമായ രീതിയിൽ ആക്കി കൊടുക്കുക. അവിടെ ഇതുപോലെ ഗമ്മ് തേച്ച് ഒട്ടിക്കുമ്പോൾ അവിടെ നന്നായി ഒട്ടി പിടിച്ചോളും. ഇപ്പോൾ തന്നെ ഞാൻ ഒരു പകുതിയോളം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു കുറച്ച് ജാസ്മിൻ ബീഡ്സൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലത്തെ നൈലോൺ ബാൻഡിൽ ചെയ്യുന്ന ഡിസൈനുള്ളതിനേക്കാളും കുറച്ചുകൂടി ജാസ്മിൻ ബീഡ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇതിന്. ഇതിന് കുറച്ചുകൂടി മെറ്റീരിയൽസ് കൂടുതലാണ്. അതുപോലെ പോളന് മറ്റിൽക്കൊക്കെ ഒരു ബഞ്ചൊക്കെ മതിയാവും, ഇതിൽക്കൊരു 2 ബഞ്ചോളം പോളൻസും ആവശ്യമാണ്. അപ്പോൾ മെറ്റീരിയൽസ് ഇങ്ങനത്തെ ഡിസൈനുകളൊക്കെ വാങ്ങിക്കുമ്പോൾ മെറ്റീരിയൽസ് നിങ്ങൾ കുറച്ചുകൂടി ആവശ്യമായിട്ട് വരും. അതുപോലെ വർക്ക് കൂടുതലാണ് ഇതിന്. നമ്മൾ ടൈം ഒരു 10, മറ്റേതൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന പോസൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് നമ്മൾ ഒരു 10-20 മിനിറ്റ് കൊണ്ടൊക്കെ ആണ് ഈ ഒരു ബോ ചെയ്യാൻ പറ്റുള്ളൂ, നല്ല പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് ചെയ്യുകയാണെങ്കിൽ. അതെല്ലാം പഠിച്ചു വരുന്ന ഒരാൾക്ക് കുറച്ചുകൂടി ടൈം എടുക്കും. നമ്മുടെ ടൈം നമുക്ക് ഇതിൽ ചെയ്യാൻ ഒരുപാട് ആവശ്യമാണ്, അതുപോലെ മെറ്റീരിയൽസ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഹെയർ ബാൻഡ് വിൽക്കുന്ന സമയത്ത് അത്യാവശ്യം റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഹെയർ ബാൻഡാണിത്. പിന്നെ ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസൈനാണ്. അതുപോലെ തന്നെ ബ്രൈഡ്സിന്, അതുപോലെ എൻഗേജ്മെൻറ്റിലൊക്കെ, അതുപോലെ പല പരിപാടികൾക്കും കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനിൽ ഉള്ള ഹെയർ ബാൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുവിധം ഫങ്ഷനുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഹെയർ ബാൻഡാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കുക, വർക്ക് അതുപോലെ ഹെയർ ബാൻഡ് ഉണ്ടാക്കി നോക്കുക കേട്ടോ.
ഇവിടെ ഏകദേശമൊക്കെ ഒട്ടിച്ച് തീർന്നിട്ടുണ്ട്, ഇനിയും ഉണ്ട്. മുഴുവനായിട്ട് ഹെയർ ബാൻഡ് നമ്മൾ സൈഡിൽ വരുന്ന രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരില്ല. ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മതി. അതല്ല ഇത് ഫ്രണ്ട് മൊത്തം കവർ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മെറ്റീരിയൽസ് ആവശ്യമാണ്. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഡിസൈന് ഈ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഫുള്ളായിട്ട് കാണുന്ന രൂപത്തിലാണ്. ഇനി അത്രയും പോരാ, ഒരു ഹെയർ ബാൻഡ് മൊത്തം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും അങ്ങനെ ഫുള്ള് കവർ ചെയ്യുന്ന ഹെയർ ബാൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ. അത് കുറച്ചുകൂടി ഹെവി ആയിരിക്കും, പിന്നെ കാണാൻ അത്രയും കൂടെ ഭംഗി ഉണ്ടാവും. പിന്നെ ഒരു ബ്രൈഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നന്നാവും. ഫുൾ കവർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പിന്നെ ഒരു അത്രയും കൂടെ റേറ്റും കൂടെ കൂട്ടിയിട്ട് സെയിൽ ചെയ്യേണ്ടിയിരുന്നു മാത്രം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭംഗിയുള്ള ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ ഇത്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചെരിയാതെ എല്ലാം ഒരേ ലെവലിൽ വരുന്ന രൂപത്തിൽ ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഈ ജാസ്മിൻ ബെഡ്സ് വെക്കുമ്പോഴാണെങ്കിലും പോളന് വെക്കുകയാണെങ്കിലൊക്കെ ചെരിഞ്ഞ് പോവാതെ നല്ല ലെവലിൽ ഫിനിഷ് ആക്കിയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അത് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഞാനിവിടെ ഗ്രീൻ ടേപ്പ് ഒന്ന് മുറിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് ബാലൻസ് കൂടി അവിടെ ഒട്ടിച്ച് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിൽ എക്സ്ട്രാ വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് അതിൽ ലേസായാലും നമുക്ക് ബാലൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ മുറിച്ചത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കമ്മ തേച്ച് ഒട്ടിച്ചിട്ട് ചുറ്റി കൊടുത്താലും അറിയൊന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ റോളുമെന്ന് ഇങ്ങനെ ചുറ്റി വരുമ്പോൾ നമുക്ക് ചുറ്റിയെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഒരു അത്യാവശ്യം ലെങ്ത്തിൽ നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം പിന്നെ അങ്ങനെ ചുറ്റി കൊടുക്കുന്നതാണ് നല്ലത്. റോളിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ചുറ്റുമ്പോൾ അത് പിരിഞ്ഞ് അത് വീണ്ടും നിവർത്തുക, വീണ്ടും പിരിയും, വീണ്ടും നിവർത്തുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്കാവും. അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ.